The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello my dear children, welcome back. If you always do what you always did, you will always get what you always got. Have you heard this? This is a famous quote which is given by the famous scientist Albert Einstein. എന്താണ് ഈ കോട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായോ? നിങ്ങൾ എന്താണോ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് തുടർന്ന് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ നിന്നും എന്താണോ നിങ്ങൾക്ക് ലഭിച്ചത് ഇനിയും അങ്ങോട്ട് അത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്കറിയാം നമ്മളൊക്കെ ഇപ്പോൾ വെർച്വൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണ് അല്ലേ, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ചില കുട്ടികളെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ, അവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ ഈ ഓൺലൈൻ ക്ലാസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് കുട്ടികളുണ്ട്, അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് പഠിക്കണം എന്നൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യണം എന്നുണ്ട്, പക്ഷെ എന്നാലും മൊബൈൽ ഗെയിംസ് അതൊക്കെ കളിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, അങ്ങനെ മൊബൈൽ ഗെയിംസ് ഒക്കെ കളിച്ചിരുന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ആ ഒരു മൊമെൻറ്റിൽ ഒരു ഹാപ്പിനെസ് അല്ലേ, അല്ലാതെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അതിൽ നിന്നും എക്സ്ട്രാ അല്ലെങ്കിൽ ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ എക്സ്ട്രാ വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഭാവിയിലേക്കും പ്രയോജനപ്പെടും അല്ലേ? സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ക്ലാസ്സസ് ഒക്കെ കറക്റ്റായി കാണാൻ ശ്രമിക്കുക, എക്സ്ട്രാ വായിക്കാനായിട്ട് ശ്രമിക്കുക, നല്ല നല്ല മോട്ടിവേഷണൽ വീഡിയോസ് കാണുക. ഓക്കെ, സോ ഷാൽ വി ബിഗിൻ ടുഡേസ് സെഷൻ? ഓക്കെ, സോ ഐ തിങ്ക് യു ആർ തറോ വിത്ത് ദ കോൺസെപ്റ്റ്സ് ലൈക്ക് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ് ആൻഡ് വെലോസിറ്റി. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്? യെസ്, ഇറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് from the initial position to the final position. And what about speed? Yes, it is the distance traveled in unit time. So what about this speed? Is it a scalar quantity or vector quantity? Yes, it's a scalar quantity. And what about velocity? Yes, it is the displacement in unit time and it's a vector quantity. So hope you understood the difference between speed and velocity. Here we are going to learn two types of speed and two types of velocities. So are you ready? Okay. Listen children, as I said earlier, there are two types of speed. That is uniform speed and non-uniform speed. യൂണിഫോം സ്പീഡ്, യൂണിഫോം എന്താ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഒരേപോലെ അല്ലേ, എല്ലാവരും സ്കൂളിലേക്ക് യൂണിഫോം ഒക്കെ ഇട്ട് വരുമ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലായിരിക്കും. അപ്പം യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരേപോലെ എന്നുള്ള മീനിങ് ആണ്. സോ യൂണിഫോം സ്പീഡ്. അപ്പോൾ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു കാര്യം ഒരുപോലെയാണ് അല്ലേ. സോ എന്ത് കാര്യമാണ് അവിടെ ഒരുപോലെ ഉള്ളത്? ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് യൂണിഫോം സ്പീഡ് ഫസ്റ്റ്. സോ ലിസൺ കെയർഫുള്ളി. Listen my dear children, here we are going to discuss uniform speed. സോ ഈ ഡിസ്കഷൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് എന്താണ് യൂണിഫോം സ്പീഡ് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, സോ ഹിയർ യു ഹാവ് ടു ഒബ്സർവ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ കാർ ഡ്യൂറിങ് ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെൽസ്. ഓക്കെ, സോ ഒരു കാറ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എഫ് വരെ എത്തി. അതിന്റെ ഡെപ്പിക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് കാർ ഓരോ ഇന്റർവെൽസിൽ ഓരോ ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ടൈം ഇന്റർവെല്ലിലും ട്രാവൽ ചെയ്ത അല്ലെങ്കിൽ കവർ ചെയ്ത ഡിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. സോ എ എന്ന് പറയുന്ന പോയിന്റില് കാർ സ്റ്റാർട്ട് ചെയ്യാണ്. സോ 0 സെക്കൻഡിൽ കാർ സ്റ്റാർട്ട് ചെയ്തു. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? യെസ്, 20 മീറ്റർ. സോ എ ടു ബി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 20 മീറ്റർ ആണ്. എത്ര ടൈം കൊണ്ടാണ് ഈ 20 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്? യെസ്, 0 സെക്കൻഡ് ടു 2 സെക്കൻഡ് അല്ലേ. അപ്പോൾ എത്ര ടൈം കൊണ്ടാണ് 20 മീറ്റർ കവർ ചെയ്തത്?
2 സെക്കൻഡ് കൊണ്ട്. ക്ലിയർ? നൗ പിന്നെ 2 സെക്കൻഡ് ടു 4 സെക്കൻഡ് അല്ലെ, 2 സെക്കൻഡിന് വീണ്ടും 4 സെക്കൻഡിൽ എത്തി. അപ്പൊ ഇവിടുത്തെ ടൈം ഇന്റർവൽ എത്രയാണ്? 2 4ലേക്ക് ആവുക പറഞ്ഞാൽ അഗൈൻ ടൈം ഇന്റർവൽ ഇസ് 2 സെക്കൻഡ്. അടുത്ത 2 സെക്കൻഡ് കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? 20 മീറ്ററിന് 40 മീറ്റർ ആയി. സോ വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ട്രാവൽ ഫ്രം ബി ടു സി? 20 40ലേക്ക് എത്തി പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? അഗൈൻ 20. എങ്ങനെ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടുക? യെസ്, ബിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തു എന്ന് അറിയാൻ ഈ പോയിന്റിന് ഇത് മൈനസ് ചെയ്താൽ മതി. അതായത് 40 മൈനസ് 20. സോ ഇവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 20 മീറ്റർ. ടൈം ഇന്റർവൽ കിട്ടാനോ? 4 സെക്കൻഡ് മൈനസ് 2 സെക്കൻഡ്. സോ ടൈം ഇന്റർവൽ എത്രയാണ്? 2 സെക്കൻഡ്. സോ അഗൈൻ 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ ട്രാവൽ ചെയ്തു. Then what about from C to D? യെസ്, സി ടു ഡി, അതായത് 4 സെക്കൻഡിന് വീണ്ടും 6 സെക്കൻഡ് എത്തിയപ്പോൾ, അതായത് 2 സെക്കൻഡ് വീണ്ടും ട്രാവൽ ചെയ്തപ്പോൾ, അത്രയും ടൈം കഴിഞ്ഞപ്പോ എത്രയായി ഡിസ്റ്റൻസ്? 40 മീറ്ററിന് 60 മീറ്ററിലേക്ക് എത്തി. സോ ഈ ടൈം ഇന്റർവെല്ലില് ഇവിടെ എത്ര ടൈം ഇന്റർവെൽ വരിക? അഗെയിൻ ഇറ്റ് ഇസ് 2 സെക്കൻഡ്. സോ അഗെയിൻ 2 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? 40ന്ന് 60ലേക്ക് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ്? 60 മൈനസ് 40 ദാറ്റ് ഇസ് 20 മീറ്റർ. അങ്ങനെ ഏത് പോയിന്റിൽ എത്തി? എഫ് എന്ന് പറയുന്ന പൊസിഷൻ വരെ എത്തി. Okay, so hope you understood this. Here we are going to complete this table. So എല്ലാവരും ശ്രദ്ധിച്ച് ഈ ടേബിൾ എൻ്റെ ഒപ്പം കംപ്ലീറ്റ് ചെയ്യണം. Okay, so distance travel എന്തൊക്കെയാണ് ഈ ടേബിളിൽ നമ്മൾ എഴുതേണ്ടത്? Distance travel, time and speed. Okay, so in the first case from A to B, what is the distance traveled? 0യിൽ നിന്നും 20 മീറ്ററിലെത്തി. So what about the distance? Yes, 20 meter. ഈ 20 മീറ്റർ ട്രാവൽ ചെയ്തത് എത്ര ടൈം കൊണ്ടാണ്? 0ന്ന് 2 സെക്കൻഡ് ആയപ്പോഴാണ് 20 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് അല്ലെ? സോ എത്ര ടൈം കൊണ്ടാണ് 20 മീറ്റർ കവർ ചെയ്തത്? 2 സെക്കൻഡ് കൊണ്ട്. So the time will be 2 seconds. Clear? And in this case, what about the speed? We know that speed is equal to distance divided by time. Right? Speed എങ്ങനെ calculate ചെയ്യാ? Distance divided by time. So in this case, what about the speed? Distance by time. That is 20 by 2. 20 by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഏതൊരു നമ്പറിനെയും നമ്മള് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെടുത്താൽ മതി? ആ നമ്പറിന്റെ ഹാഫ് എടുത്താൽ മതി. സോ 20യുടെ ഹാഫ് എത്രയാണ്? 10 ആണ്. സോ 10. One more thing. What about the unit of speed? Yes, meter per second. So in the first case, the speed is 10 meter per second. Is it clear? Okay. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി പറയുന്ന എല്ലാ കേസും നിങ്ങൾക്ക് അറിയാം. Okay. Then from B to C, അതായത് ബിയിൽ നിന്നും സിയിലേക്ക്. What about the distance travel? ബിന്ന് സിയിലേക്കാണ്. ലിസൺ, എന്ന് സിയിലേക്കാണെങ്കിൽ 40 മീറ്റർ ആണ് വരിക. പക്ഷെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാ? ബി എന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് 20 മീറ്റർ 40 മീറ്റർ ആയി മാറി. സോ അവിടെ എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്? 20ന്ന് 40ലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ 40 മൈനസ് 20 ദാറ്റ് ഇസ് അഗെയിൻ 20 മീറ്റർ. 20 മീറ്റർ. ആൻഡ് വാട്ട് അബൌട്ട് ദ ടൈം? എത്ര ടൈം കൊണ്ടാണ് വീണ്ടും ഈ 20 മീറ്റർ കവർ ചെയ്തത്? യെസ്, 2 സെക്കൻഡിന് 4 സെക്കൻഡിലായപ്പോഴാണ് 20ന്ന് 40 മീറ്ററിലേക്ക് എത്തിയത് അല്ലെ? സോ എത്ര ടൈം കൊണ്ടാണ്? അഗെയിൻ 4 സെക്കൻഡ് മൈനസ് 2 സെക്കൻഡ് ദാറ്റ് ഇസ് 2 സെക്കൻഡ്. അപ്പൊ 2 സെക്കൻഡ് കൊണ്ടാണ് ഈ 20 മീറ്റർ ഡിസ്റ്റൻസ് ഇവിടെ ട്രാവൽ ചെയ്തത്. സോ അഗെയിൻ ദ സ്പീഡ് വിൽ ബി 20 by 2 ഡിസ്റ്റൻസ് ബൈ ടൈം ദാറ്റ് ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ വേഗം പറയണം. From C to D, what about the distance? C to D, 14 60 ലായി അല്ലേ? So again the distance will be 20 meter. And what about the time? 4 second 6 second ലായി. So time is 6 minus 4. Again 2 second. So the speed will be 20 by 2. That is again 10 meter per second. And the last case, D to E. D യിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര വരിക? 60 80 ആയി മാറി. So the distance will be again 20 meter and the time 8 second minus 6 second that is 2 second, and finally the speed will be 20 by 2 that is equal to 10 meter per second.
ഓക്കെ, സോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇ ടു എഫും ഇതേപോലെ എഴുതാം. സോ ദാറ്റ് ഇസ് ഓൾസോ 20 meter and 2 seconds. 20/2 the speed will be 10 meter per second. So did you notice a thing here? Here what is the peculiarity? Yes, ഇവിടുത്തെ സ്പീഡ് ഒക്കെ 10 എന്നാണ് ആൻസർ കിട്ടിയത് അല്ലേ? അതിന് തൊട്ട് മുന്നേ ടൈം ഇന്റർവെൽ ഒക്കെ ഇവിടെ സെയിം ആണ്. ആ ഓരോ ടൈം ഇന്റർവെല്ലിലും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും സെയിം ആണ്. ദാറ്റ് ഇസ് the distance traveled in each or the distance traveled in equal intervals of time is equal. Equal intervals of time il travel the distance equal aanu, so that the speed is space, so that the speed is same. ഇവിടെ സ്പീഡ് എന്താണ്? സെയിം ആണ്, ഒരുപോലെയാണ്, യൂണിഫോം ആണ്. So this kind of speed is known as uniform speed. So ഒരു ഒബ്ജക്റ്റ് ഒരേ സ്പീഡിൽ തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? യൂണിഫോം സ്പീഡ് എന്ന് പറയും. ക്ലിയർ ആയോ? സോ ഹൗ വി ക്യാൻ ഡിഫൈൻ യൂണിഫോം സ്പീഡ്? ഇഫ് ആൻ ഒബ്ജക്റ്റ് covers equal distance in equal intervals of time, then the object is said to have uniform speed. Then the object is said to have uniform speed. അപ്പോൾ ക്ലിയർ ആണോ? യെസ്. അപ്പോൾ യൂണിഫോം സ്പീഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Now we are going to discuss non uniform speed. അപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്തായിരിക്കും നോൺ യൂണിഫോം സ്പീഡ് എന്നുള്ളത്? ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. എന്തായിരിക്കും ഗസ് ചെയ്യാൻ പറ്റുമോ? Okay, anyway we will discuss non uniform speed. Okay, so listen. So listen my dear children, here we are going to discuss non-uniform speed. So again you observe this. This is the distance traveled by a car during different time intervals. So what about this? From the picture it is clear that ഇവിടുത്തെ ടൈം ഇന്റർവെൽ എങ്ങനെയാണ്? സെയിം ആണ് അല്ലേ? 0 second to 2 second, 2 second to 4 second, 4 second to 6 second എന്നുള്ള ടൈം ഇന്റർവെൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഓരോ ടൈം ഇന്റർവെൽസ് സെയിം ആണ്. 2 second ടൈം ഇന്റർവെൽ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ഓരോ ഈക്വൽ ടൈം ഇന്റർവെൽസിലും വരുന്ന ഡിസ്റ്റൻസ് എങ്ങനെയാണെന്ന് നോക്കൂ, അല്ലെങ്കിൽ ആ കാറ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എങ്ങനെയാണെന്ന് നോക്കൂ. 0 to 5 meter. ആദ്യത്തെ 2 second കൊണ്ട് 5 മീറ്ററിൽ എത്തി. പിന്നത്തെ 2 second കൊണ്ടോ, അതായത് 2 second 4 second ആയി എന്ന് പറഞ്ഞാൽ 2 second അവിടെ കഴിഞ്ഞു. സോ പിന്നത്തെ 2 second കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ആ കാർ ട്രാവൽ ചെയ്തു? 5 മീറ്ററിന് 20 മീറ്ററിലേക്ക് എത്തി എന്ന് വെച്ചാൽ 50 മീറ്റർ ഡിസ്റ്റൻസ്, 15 മീറ്റർ ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തു. പിന്നത്തെ 2 second കൊണ്ട് 20 26, അതായത് 6 മീറ്റർ. അതായത് ഇവിടുത്തെ 2 second കൊണ്ട് 15 മീറ്റർ ട്രാവൽ ചെയ്തത് ഇവിടെ എത്തിയപ്പോ, അല്ലെങ്കിൽ ഇവിടെ 2 second കൊണ്ട് എത്രയായി മാറി? 6 മീറ്റർ ആയി മാറി. പിന്നെ 26 44 ആയി അല്ലെ? 26 44 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മീറ്റർ ആണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗ്യാപ്പില്? ദാറ്റ് ഇസ് 44 മൈനസ് 26, ദാറ്റ് ഇസ് ഈക്വൽ ടു 18 മീറ്റർ. അപ്പൊ ഇവിടെ നോക്കൂ, ടൈം ഇന്റർവെൽ സെയിം ആണ് നമ്മൾ എടുത്തിരുന്നത്. 2 second ടൈം ഇന്റർവെൽ ആണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഓരോ 2 second ടൈം ഇന്റർവെല്ലിലും ട്രാവൽ ചെയ്ത, അല്ലെങ്കിൽ ഈ കാർ കവർ ചെയ്ത ഡിസ്റ്റൻസ് സെയിം ആണോ? അല്ല. ഇവിടെ 5 മീറ്റർ ആണ്, ഇവിടെ 15 മീറ്റർ ആണ്, ഇവിടെ 6 മീറ്റർ ആണ്, ഇവിടെ എത്തിയപ്പോ 18 മീറ്റർ ആണ്. അല്ലെങ്കിൽ വീണ്ടും 44 50ലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 മീറ്റർ വരും അല്ലെ? അപ്പൊ അവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് വ്യത്യാസം വന്നു. അപ്പൊ ഇവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും വ്യത്യാസം വന്നിട്ടുണ്ടാവുക? ഓഫ് കോഴ്സ് കാറിന്റെ സ്പീഡ് കൂട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സ്പീഡ് ഒന്ന് കുറച്ചിട്ടുണ്ടാവാം അല്ലെ? ഓക്കെ, എനിവേ നൗ വി ക്യാൻ കംപ്ലീറ്റ് ദിസ് ടേബിൾ. സോ യൂണിഫോം സ്പീഡിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത പോലെ തന്നെ നോൺ യൂണിഫോം സ്പീഡിലും ഈ ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ ലിസൺ ചിൽഡ്രൻ, ഫ്രം എ ടു ബി, എ ടു ബി എത്രയാണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത്? 0യിൽ നിന്ന് 5 മീറ്റർ എന്ന് വെച്ചാൽ ദി ഡിസ്റ്റൻസ് ഇസ് 5 മീറ്റർ. എത്ര ടൈം കൊണ്ടാണ് ഈ 5 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്തത്? യെസ്, 0 second നിന്ന് 2 second ആയപ്പോഴേക്കാ അല്ലെ? സോ ദി ടൈം ഇസ് 2 second. So in this case, what about speed? Speed is the distance by time. Here the distance is 5 and the time is 2. So 5/2. 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
5.5 എടുക്കുക. So it will be 2.5. The unit is meter per second. So in the first case, the speed is 2.5 meter per second. Now from B to C. B to C. What about the distance? 5 meter എത്തിയത് 20 മീറ്ററിലേക്കായി, അല്ലെങ്കിൽ 20 മീറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്തു. സോ ഈ ഒരു ഗ്യാപ്പിന് മാത്രം കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 20 മൈനസ് 5. 0 എന്നാണ്, അല്ലെങ്കിൽ ഏതെല്ലാം പൊസിഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ 20 മീറ്റർ ഡിസ്റ്റൻസിൽ എത്തി എന്ന് പറയാം. അല്ലെങ്കിൽ ബി ടു സി, ബിയിൽ നിന്നും എത്ര ദൂരെയാണ് സി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയണം? 20 മീറ്റർ മൈനസ് 5 മീറ്റർ. Okay, B to C മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. So this will be 20 minus 5. So the answer is 15 meter. ഈ 15 meter distance എത്ര ടൈം കൊണ്ടാണ് ട്രാവൽ ചെയ്തത്? 2 second to 4 second എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the time interval എത്രയാ? Again it is 2 second. So here the speed is 15 by 2. 15 by 2 എന്ന് പറഞ്ഞാൽ എന്താ? 15.5. എത്രയാണ് 15.5? Yes, 7.5 meter per second. So did you get the idea? അപ്പൊ ഇനി വേഗം വേഗം പറയണം. C to D. What about the distance? C to D. So A to D ആണ് നോക്കുന്നതെങ്കിൽ 26 meter ആണ്. But from C to D നോക്കുമ്പോൾ എങ്ങനെ വരണം? 26 minus 20. So what about the distance? That is 6 meter. എത്ര ടൈം കൊണ്ടാണ് ഈ 6 meter ട്രാവൽ ചെയ്തത്? Yes, 6 second minus 4 second, that is 2 second. So here the speed is 6 by 2, that is 3 meter per second. And finally, from D to E. D to E. Here, what about the distance? D യിൽ നിന്നും E ലേക്ക് എത്രയാണ്? ഡിസ്റ്റൻസ് എത്രയാണ് ട്രാവൽ ചെയ്തത്? 44 മൈനസ് 26. 44 മൈനസ് 26 എത്രയാണ്? 18. സോ 18 മീറ്റർ. ഈ 18 മീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുത്തു? യെസ്, അഗൈൻ 2 സെക്കൻഡ്. ആൻഡ് ഹിയർ ദ സ്പീഡ് is 18 by 2, that is equal to 9 meter per second. So children, here what is the peculiarity? The speed is not same. അല്ലെ? നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ സ്പീഡ് എന്തല്ല, സെയിം അല്ല. യൂണിഫോം സ്പീഡ് പറഞ്ഞപ്പോൾ നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള സെയിം സ്പീഡാണ് കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞത്. ബട്ട് ഇൻ ദിസ് കേസ് the speed is not uniform, which is not same. So the speed is not uniform, or such kind of speed is known as non-uniform speed, which is not uniform, so which is known as non-uniform speed. So എങ്ങനെ നമുക്ക് പറയാം, ഡിഫൈൻ ചെയ്യാം നോൺ യൂണിഫോം സ്പീഡിനെ? നോക്കൂ, ഇവിടെ ഇന്റർവെൽസ്, ടൈം ഇന്റർവെൽസ് സെയിം ആണ്. നേരത്തെ കേസിൽ പോലെ തന്നെ ഇവിടെയും ടൈം ഇന്റർവെൽസ് സെയിം ആണ്. 2 സെക്കൻഡ് ടൈം ഇന്റർവെൽ ആണ്. പക്ഷെ ആ ഈക്വൽ ടൈം ഇന്റർവെല്ലില് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് which is not same. ക്ലിയർ? 5 മീറ്റർ ആണ്, ഇവിടെ 15 മീറ്റർ ആണ്, ഇവിടെ 6 മീറ്റർ ആണ്. അപ്പൊ ഈക്വൽ ടൈം ഇന്റർവെൽ ആണെങ്കിലും ആ ഈക്വൽ ടൈം ഇന്റർവെല്ലില് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് സിമിലർ അല്ല. സോ ദാറ്റ് ദ സ്പീഡ് ഇസ് നോട്ട് സെയിം. അതുകൊണ്ട് തന്നെയാണ് അവിടെ സ്പീഡ് എന്താവാതിരുന്നത്, ഈക്വൽ ആവാതെ പോയത്. സോ സച്ച് കൈൻഡ് ഓഫ് സ്പീഡ് ഇസ് നോൺ ആസ് നോൺ യൂണിഫോം speed. So how we can define non-uniform speed? If an object covers unequal distance in equal intervals of time, then the body or the object is said to have non-uniform speed. ഇങ്ങനെയുള്ള ഒബ്ജക്റ്റിനുള്ള സ്പീഡിനെയാണ് നമ്മൾ നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ രണ്ട് തരത്തിലുണ്ട് സ്പീഡ്, യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് സെയിം സ്പീഡിലായിരിക്കും
മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്പീഡ്. 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് തൊട്ട് 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് ആ ഒബ്ജക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ സ്പീഡ് ഇടയിൽ വെച്ച് മാറാം. 10 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് 15 ആവാം, അല്ലെങ്കിൽ 8 മീറ്റർ പെർ സെക്കൻഡ് ആവാം. അങ്ങനെ സ്പീഡ് വേരി ചെയ്തുകൊണ്ടിരിക്കാം. സോ വേരി ചെയ്യുന്ന സ്പീഡാണ് നോൺ യൂണിഫോം സ്പീഡ്. സെയിം സ്പീഡാണ് യൂണിഫോം സ്പീഡ്. Is it clear? So children, hope you understood the difference between uniform speed and non-uniform speed. Before getting into the two types of velocities, let's learn another concept, that is average speed. Average speed. Before that, listen, you might have seen this. What is it actually? Yes, it's a speedometer. അല്ലെ, സാധാരണ ബൈക്കില് അല്ലെങ്കിൽ കാറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, which displays the speed of a vehicle. നമുക്കറിയാം, നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് സ്പീഡ് കാണിക്കും അല്ലെ, 40 കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ 80 കിലോമീറ്റർ പെർ അവർ എന്നുള്ള സ്പീഡ് അതിൽ കാണിക്കും. സോ ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്. എപ്പോഴും നമ്മൾ വെഹിക്കിളിൽ പോകുമ്പോൾ ഒരേ സ്പീഡാണോ കാണിക്കുക? അല്ല അല്ലെ. നമ്മള് പെട്ടെന്നൊക്കെ ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ നല്ല സ്പീഡിൽ പോകും. പിന്നെ കുറച്ച് പതുക്കെ നമ്മൾ ചില ഏരിയാസിലൊക്കെ നമ്മൾ വളരെ പതുക്കെ സ്ലോ ആയിട്ട് നമ്മള് വാഹനങ്ങൾ ഓടിക്കാറുണ്ട്. സോ 40 കിലോമീറ്റർ ആവാം, 80 കിലോമീറ്റർ ആവാം, അങ്ങനെ അങ്ങനെ പല പല സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. സോ അങ്ങനെ പല സ്പീഡിൽ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരാളൊരു ട്രാവൽ ചെയ്യാണെന്ന് വിചാരിക്കാം ഞങ്ങള്. Okay, suppose a person is traveling and he is traveling with varying speed. പല പല സ്പീഡിലാണ്, ആദ്യം പോയ സ്പീഡിലല്ല പിന്നെ പോകുന്നത്. സോ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, what is the speed of that person? ആ വ്യക്തി ട്രാവൽ ചെയ്ത സ്പീഡ് എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ 40 കിലോമീറ്റർ പെർ അവർ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം കുറച്ച് കഴിഞ്ഞപ്പോ 40 എന്നുള്ളത് 80 കിലോമീറ്റർ പെർ അവർ ആയി അല്ലെ. അപ്പൊ 80 കിലോമീറ്റർ അവർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും സ്പീഡ് മാറി. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? സോ അറ്റ് ദിസ് ജംഗ്ഷൻ വി ആർ ഇൻട്രൊഡ്യൂസിങ് ആവറേജ് സ്പീഡ്. അതായത് ഒരാള് പല പല സ്പീഡിലാണ് പോകുന്നതെങ്കിൽ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ആവറേജ് സ്പീഡ്? So what is the formula for calculating average speed? Yes, average speed is equal to total distance traveled divided by time taken to travel the distance. So എപ്പോഴാണ് നമ്മൾ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക? അതായത് ഒരു പേഴ്സൺ അയാളുടെ ജേർണിയില് പല പല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇൻ ദാറ്റ് കേസ് അതായത് ആദ്യം 40 കിലോമീറ്റർ പെർ അവറിൽ പോയി, പിന്നെ 80 കിലോമീറ്റർ പെർ അവറിൽ പോയി. സോ എത്രയാണ് അദ്ദേഹത്തിന്റെ സ്പീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 80 ആണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഇല്ല. സോ അറ്റ് ദിസ് ജംഗ്ഷൻ വി വിൽ കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ്. സോ എന്താണ് ഫോർമുല? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ divided by time taken to travel the distance. Suppose A എന്ന് പറയുന്ന ഒരു പോയിന്റിന് F എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തി. ഒരാള് ട്രാവൽ ചെയ്ത് എന്ന് എഫിലേക്ക് എത്തി. സോ അയാൾ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് 50 മീറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് 10 സെക്കൻഡ് കൊണ്ടാണ് ഈ 50 മീറ്ററും ട്രാവൽ ചെയ്തത്. ഓക്കെ, അങ്ങനെ 10 സെക്കൻഡ് കൊണ്ട് 50 മീറ്റർ ട്രാവൽ ചെയ്തപ്പോ പല പല സ്പീഡുകളിലാണ് അദ്ദേഹം ട്രാവൽ ചെയ്തതെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ആവറേജ് സ്പീഡ്? അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ്. സോ വാട്ട് അബൌട്ട് ദ ടോട്ടൽ ഡിസ്റ്റൻസ്? 50 meter divided by what about the time taken to travel the distance? 10 seconds. 10 seconds. So 50 by 10, that is 5 meter per second. That is the average speed of the person. So is it clear? So today we have discussed uniform speed, non-uniform speed and average speed. So I think you are thorough with these concepts. So if you have any doubt regarding this, please feel free to contact. So the remaining portions that we will discuss
in the next session. So that's all for today. See you.